നമ്മുടെ ഈ സിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മണി മാനേജ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ ഞാനായിട്ട് തന്നെ എടുത്തൊരു സെഷൻ ആയിരുന്നു. അതിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കൂടി അത് എടുക്കണം എന്നുള്ളത്. അത് ഒരുപക്ഷെ പല ആളുകൾക്കും അതൊരു ഉപകാരപ്പെട്ടുണ്ടായേക്കാം, അതുകൊണ്ടായിരിക്കണം അവർ അങ്ങനെ പറയുന്നത്. എൻ്റെ രീതിക്ക് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ചെറിയ പ്രായത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തത് കൊണ്ടും പണത്തിന്റെ മൂല്യം അത് അത്ര കണ്ട് മനസ്സിലായതുകൊണ്ടും കുടുംബത്തില് എൻ്റെ പാരൻസിന് ഞാൻ കഴിഞ്ഞാൽ പിന്നെ 4 പെൺകുട്ടികളാണ്. അപ്പം ഒരു കുടുംബത്തിലെ എന്താ പറയാ നമ്മുടെ ഹിറ്റ്ലറിലെ മമ്മൂട്ടിയുടെ ഒരു റോൾ ഉണ്ടല്ലോ, ആ ഒരു റോളൊക്കെ ചിലപ്പോൾ പല സമയങ്ങളിലും കൈകാര്യം ചെയ്യേണ്ടി വന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഇപ്പം എത്തി നിൽക്കുന്ന ഈ കഴിഞ്ഞ കാലം വലിയ കാലമൊന്നും അല്ലെങ്കിൽ പോലും ആ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ഫോക്കസ് എൻ്റെ ഫൈനാൻഷ്യലും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, അല്ലെങ്കിൽ എവിടെയും വായിച്ച കഥയ്ക്ക് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതിൽ സ്ലൈഡ് ഇൻക്ലൂഡഡ് ആകുന്നു എന്ന് മാത്രം. അതായത് ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു സ്ലൈഡ് ഓപ്പൺ ആണല്ലോ അല്ലേ? സോ പറഞ്ഞതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്, അത് യഥാർത്ഥത്തില് നമ്മള് പല ആളുകളും അറിയാതെ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് ചെലവാക്കാൻ അറിയാത്തത് കൊണ്ടാണ് നമുക്കൊരു പക്ഷേ ഫിനാൻഷ്യലി നമുക്ക് സ്റ്റേബിൾ ആവാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തത്. മിക്ക കേസിലും അത് സംഭവിക്കുന്നത് ഞാൻ പോയിന്റ് ചെയ്തതുപോലെ തന്നെ ചെലവാക്കാൻ അറിയാത്തത് കൊണ്ടാണ്. ഏത് രീതിയിലാണ്, എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് കുറെ കൂടി കെയർഫുൾ ആവാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഇതിനെ ഒരു ഫുൾ ടൈമർ ആയിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വരുമാനം മേ ബി അതർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ പോലും ഇതിനോളം ഇൻകം കിട്ടുന്ന മറ്റൊരു സോഴ്സ് എന്തായാലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ മേജർ സമയം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിന് അല്ലെങ്കിൽ എംപവർ ഫാമിലി ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് അത്ര കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം നമുക്ക് വേണ്ടതെന്തോ അതുണ്ടാക്കാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് വേണ്ടതെന്തോ അതുണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കയ്യിലുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കാലങ്ങളിൽ ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വരുമാനമുണ്ട്. നമ്മൾ കംഫർട്ട് സോണിൽ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ക്വാളിറ്റി ആയ സമയം ക്വാണ്ടിറ്റി ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് അവരായിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം അല്ലെങ്കിൽ അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞ സാലറി പ്രകാരം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെലവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു ചെലവോ നമ്മൾ ചെയ്തു പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. പല സെഷനുകളും ഫിസിക്കൽ സെഷനുകൾ എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമുക്ക് കിട്ടുന്ന വരുമാനത്തിനേക്കാളും കൂടുതൽ എസ്പെഷ്യലി EMI-കളും നമുക്കറിയാം നമ്മളെ ഫിനാൻഷ്യലി ലോക്കാക്കാൻ പറ്റുന്ന ഒരുപാട് ഫിനാൻഷ്യൽ സർവീസുകൾ പഴയ കാലത്തെ പോലെയല്ല ഇപ്പൊ അത്ര കണ്ട് അവൈലബിൾ ആണ്. നമ്മളെ മൊബൈൽ ഒരു ടച്ച്, ഒരു OTP-യുടെ പുറത്ത് ഒരു എന്താ പറയാ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നതിന്റെ പുറത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് തരാൻ ആളുകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം നമ്മുടെ തിരിച്ച് ഏത് രീതിയിൽ വാങ്ങിക്കണം എന്നുള്ളത്. നമ്മൾ ഏതൊക്കെ രീതിയിൽ ലോക്കാക്കണം എന്നറിയാം. നമുക്ക് കിട്ടുന്ന വരുമാനം അതിലെത്രയോ ഉപരി നമ്മൾ സ്പെഷ്യലി ഇപ്പം കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ബേസിക്കലി ഈ ഒരു ഭാഗം കവർ ചെയ്ത് പോകുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇതങ്ങനെ ഒരു 45-50 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലോ തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല താനും. ഏതായാലും നമ്മളുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് അതിനുള്ള ഇമ്പോർട്ടൻ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഈ ബഡ്ജറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന ഫിനാൻസിനെ എക്സ്പെൻസിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലാനിങ് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത്, എവിടെയാണോ ആഗ്രഹിക്കുന്നത്
അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് കൊണ്ടുപോകാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ചെയ്യില്ല. അതിനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന വരുമാനത്തെ കൃത്യമായിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അതിന്റെ അത്യാവശ്യം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനെ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പല ഘട്ടങ്ങളായിട്ട് തന്നെ നമ്മൾ അതിനെ ശ്രദ്ധിച്ചു പോകേണ്ടത് തന്നെയുണ്ട്. അതിന്റെ ഒരു മേജർ ഭാഗമാണ് നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ഇപ്പം പല ആളുകളും നമുക്കിപ്പോ സാലറി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറിയ സാലറി കിട്ടുന്ന ആളെക്കാളും, അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഒരു 20,000 സാലറി വാങ്ങുന്ന ഒരാള് അത് ഫിനാൻഷ്യലി ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ ഒരു പക്ഷെ അയാൾ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുന്ന രീതിക്ക് പോലും അതിന്റെ 5 10 മടങ്ങ് സാലറി വാങ്ങുന്ന ആളുകൾ ചെയ്യാത്തതിന്റെ കാരണം അതിന്റെ അലോക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. കിട്ടുന്ന വരുമാനത്തിന് അലോക്കേറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പം ഞാൻ മുമ്പ് ഒരു റേഡിയോയില്, നമുക്ക് 657 AM എന്ന് പറയും, ദുബായിൽ നടക്കുന്ന റേഡിയോയില്, അതില് രമേശ് പയ്യന്നൂർ എന്ന് പറഞ്ഞ ഒരു റേഡിയോ ജോക്കി RJ, അദ്ദേഹം പയ്യന്നൂർകാരനാണ്. അന്ന് അവിടെ ഏഷ്യാനെറ്റിൽ റേഡിയോയിൽ ഉണ്ടായിരുന്നു. ഞാനൊരു 15 കൊല്ലത്തിന് മുമ്പെങ്ങാണ്ട് കേട്ട ഒരു കാര്യമാണ് പറയുന്നത്. അത് അന്ന് ഓൺ എയറിൽ വന്നിട്ട് ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് 2 ആളുകളോട് ഇന്റർവ്യൂ നടത്തി. 2 ആളുകളോട് ആ ഓൺ എയറിൽ ഇന്റർവ്യൂ നടത്തിയ സമയത്ത് ഒരാളുടെ സാലറി ആക്ച്വലി ബിലോ 1000 ദിറംസ് ആയിരുന്നു. ഇന്ന് ദിറംസിന് ഒരു ദിറം എന്ന് പറഞ്ഞാൽ 24 രൂപയാണെങ്കിൽ അന്ന് ഒരു ദിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11-12 രൂപ മാത്രമേ ഉള്ളൂ. ആ ഒരു ബിലോ 1000 ദിറംസ് അല്ലെങ്കിൽ ഒരു 800 ദിറംസ് സാലറി വാങ്ങുന്ന, 800 ദിറംസ് മാത്രം വരുമാനമുള്ള ഒരു ലേബറെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിനെ കണക്കാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സാലറി 500 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന 800 ദിറംസിൽ നിന്ന് 300 ദിറംസ് അത് എന്റെ സാലറി അല്ല എന്ന് മാറ്റിവെച്ച് ഉള്ള ഒരു ലൈഫ് സ്റ്റൈലും, എന്നാൽ 5000 ദിറംസോളം, 5000 ദിറംസ് പറഞ്ഞാൽ 5000 ഇൻറ്റു അന്നത്തെ 11 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഏതാണ്ട് 55,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, മറ്റുള്ള പർച്ചേസ് ഹാബിറ്റുകൾ ഉണ്ട്. ഇങ്ങനെയെല്ലാം നോക്കി അയാൾക്ക് അലോക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. രണ്ടാളും താമസിക്കുന്ന രീതിയിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഒരാൾ, അതായത് 5000 ദിറംസ് വാങ്ങുന്ന അല്ലെങ്കിൽ 55,000 രൂപ ആ ഒരു കാലഘട്ടത്തിലെ കൺവേർഷൻ പ്രകാരം ഇന്ത്യൻ മണി സാലറി ആയിട്ട് വാങ്ങുന്ന ഒരാള് സേവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ അയാൾ നെഗറ്റീവില് അല്ലെങ്കിൽ മൈനസിൽ പോയിക്കൊണ്ടിരിക്കുകയും മറ്റേ ആള് 500 ദിറംസ് ആണ് എന്റെ ശമ്പളം എന്നുള്ള രീതിയിലേക്ക് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് 300 ദിറത്തിനെ കൃത്യമായിട്ട് ഒരു കാര്യങ്ങളിലേക്ക്, അതായത് SIP പോലുള്ള സിസ്റ്റം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് അതിനെ മാറ്റി വെച്ച് അത് എന്റേതല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അലോക്കേറ്റ് ഒരേ ഒരു കാര്യം ചെയ്തപ്പോൾ മാത്രമുള്ള ലൈഫിലേക്ക് കുറഞ്ഞ കാലം കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഫറൻസ്, അത് എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ ഓൺ എയറിൽ അവർ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു എൻട്രി വെക്കുമ്പോൾ ഒരു പക്ഷേ 40% കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കോയിൻ ഫോർജ് അല്ല, നമുക്ക് പല രീതിയിലുള്ള വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്കൊരു പക്ഷെ പ്രത്യേക ഫിക്സഡ് ആയിട്ട് ഒരു വരുമാനം കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളെ കയ്യിലും നമ്മുടെ വരുന്ന വരുമാനത്തിനേക്കാളും ചെലവാക്കുന്ന കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനാദ്യം ഡിവൈഡ് ചെയ്തിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് അത് വളരെ അത്യാവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ വരുന്ന ബില്ലുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ റെഗുലറായിട്ട് എല്ലാ മാസവും സ്പെൻഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിലത്തെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മളെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മളെ കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫീസുകൾ, ഇതിലൊന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. ഇതിനെ നമ്മൾ ഒരു സാലറി, ഇതിപ്പോ ആക്ച്വലി ഇതൊരു സാലറി, ഫിക്സഡ് ആയിട്ടുള്ള സാലറി ഡിവൈഡ് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ് 50-30-20 എന്ന് പറയുന്ന റൂൾ എങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സാലറി ആണ് എങ്കിൽ, നമുക്ക് കിട്ടുന്നത് ഒരു സാലറി ആണ് എങ്കിൽ, അതൊരു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ 20,000 രൂപയോ 50,000 രൂപയോ ശമ്പളം വാങ്ങുമ്പോൾ അതിന്റെ 50% എന്ന് പറഞ്ഞാൽ 10,000 രൂപ 25,000 രൂപ ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് പ്രത്യേക നമ്പർ ഇല്ലാത്തത് കൊണ്ട് അതിനൊരിക്കലും 50% എടുക്കരുത്. അങ്ങനെ 50% നമ്മൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൂർത്തടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അത്യാവശ്യങ്ങളായിട്ടുള്ള രീതിയിലേക്ക് റൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകാൻ സാധ്യതകളുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു എമൗണ്ട്, ഒരു എമൗണ്ടിനെ നമ്മൾ, അതായത് ഒരു എമൗണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്, അത്യാവശ്യ കാര്യങ്ങൾ, മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ എമൗണ്ട് എത്ര ആണോ അത് ഒരിക്കലും നമ്മുടെ വരുമാനത്തിന്റെ 50%ന്റെ മുകളിൽ പോകരുത്. ഇങ്ങനെ 50% മുകളിൽ പോകരുതെന്ന് പ്രത്യേകം പറയാൻ കാരണം, നമുക്ക് പ്രത്യേക കണക്കുകളില്ലാത്ത രീതിയിൽ നമുക്ക് വരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, ആ രീതിയിൽ നമുക്ക് വരുമാനം വരുന്നതുകൊണ്ടാണ്.
സോ 50% എബോ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കരുത്. ആ കിട്ടുന്ന എമൗണ്ട് നിന്ന് 30% കൂടുതൽ നമുക്ക് നമ്മുടെ പുറത്ത് ചെലവാക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ഷോപ്പിംഗ് ഹാബിറ്റുകൾ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങൾ. ചില ആളുകൾ വീട്ടിൽ ഭക്ഷണത്തിനെക്കാട്ടും ഇത് പ്രത്യേകിച്ചും ക്രിപ്റ്റോ കോൺക്ലേവിൽ പങ്കെടുത്ത ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അന്ന് നമ്മുടെ ഹാബിറ്റിനെ ഓൺലൈൻ പർച്ചേസിലേക്കും ഓൺലൈൻ ഫുഡ് ഷോപ്പിങ്ങിലേക്കൊക്കെ നമ്മളെ മൈൻഡിനെയും നമ്മുടെ സിറ്റുവേഷനെയും നമ്മളെ ഒരു രീതിയെ നമ്മളെ മാറ്റിയത് ഈ കാലഘട്ടം ഏത് രീതിയിലാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? നമ്മളൊക്കെ അറിയാം, സ്വിഗ്ഗി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൊമാറ്റോ ഉണ്ടെങ്കിൽ നമുക്കറിയാം എവിടെ എത്ര ഈസി ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഒരു വീട്ടിൽ ഈ പഴയ കാലങ്ങളിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫുഡ് പ്രിപ്പയർ ആയിട്ട് നമ്മൾ കഴിച്ചിരുന്നു, അതിനെക്കാളും എത്രയോ മൈൻഡ് സെറ്റ് നമുക്ക് മാറി. എളുപ്പത്തിൽ ഓർഡർ ചെയ്ത് വരുത്തി കാര്യങ്ങൾ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറി. ആ ഒരു സിസ്റ്റം ഒക്കെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ, അത്യാവശ്യങ്ങൾ ഉപയോഗിക്കാനല്ല ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള വരുമാനമൊക്കെ പോകുന്നത് എവിടെയെന്ന് നമുക്ക് ഒന്നും നോട്ട് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് 30% ഒതുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ അതിന്റെ താഴെ നിൽക്കണം. അതിന് എത്ര സ്പ്രിങ് ചെയ്യാൻ പറ്റുമോ, ഈ പറഞ്ഞ 50 ആണെങ്കിലും ഈ പറഞ്ഞ 30 ആണെങ്കിലും അതിനൊക്കെ എത്ര ചുരുക്കി കൊണ്ടുവരാൻ പറ്റും, അതാണ് നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ 20% നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു സേവിങ്സ് ഫണ്ട് പോലെ നമ്മൾ അതിനെ കാണുക എന്നുള്ളത്. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നമ്മളുടെ ആയിട്ട് എന്തെങ്കിലും ബാധ്യതകൾ വരികയാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ EMI അടച്ചു പോകുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞ 50% നിങ്ങൾ എടുത്താൽ മതി. എവിടെയാണ് 20% ഉപയോഗപ്പെടുക എന്നുള്ളത് ചിന്തിക്കേണ്ടത്. ഈ 50% നമുക്ക് എവിടെയാണോ അത്യാവശ്യമായിട്ട് വേണ്ടത്, അതെന്ന് പറഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യേണ്ട, നമുക്ക് ഒന്നുമില്ല, പട്ടിണി കിടന്നാൽ പോലും നിർബന്ധമായിട്ട് ചെലവാക്കേണ്ട ഒരു എക്സ്പെൻസുകൾ ഉണ്ട് നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും പട്ടിണി കിടന്നാൽ പോലും നമുക്ക് അതായത് നമുക്ക് അതൊന്നും ഒളിച്ചോടാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ള പല കാര്യങ്ങളും നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത് 50% ഒതുക്കണം എന്നുള്ളത്. ഈ 50%ന്റെ മിനിമം 6 മടങ്ങ്, അതായത് നമ്മളെ ചെലവാക്കുന്ന മാസം നമുക്ക് നിർബന്ധമായിട്ട് ചെലവാക്കണം എന്ന് നമുക്ക് നിർബന്ധമുള്ള എമൗണ്ടിന്റെ 6 ടൈംസെങ്കിലും നമ്മൾ സേവിങ്സിലേക്ക് എത്തിയിരിക്കണം നിർബന്ധമായിട്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുമാനത്തിന് എപ്പോഴെങ്കിലും 2, 3, 4 മാസം സ്റ്റോപ്പ് ആവേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം മറ്റൊരാളുടെ കയ്യിൽ നിൽക്കാതെ. അത് നിർബന്ധമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ ഒരു 20% സേവിങ്സ് അതിൽ കൂട്ടേണ്ട സാഹചര്യം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 30% സ്ട്രിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് വീണ്ടും 20%ലേക്ക് കൂട്ടാൻ പറ്റും. 50% സ്ട്രിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 20%ലേക്ക് കൂട്ടാൻ പറ്റും. ആ ഒരു സേവിങ്സ് നമുക്ക് SIP-ൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും, നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് എമർജൻസി ഒരു ഫണ്ട് റിക്വയർമെന്റ്, ഈ പറഞ്ഞ പോലെ വരുമാനം നിന്ന് പോവാണെങ്കിൽ, ഒരു ഹെൽത്ത് എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ, പാരന്റ്സിന് ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ, പല ആളുകളും ശ്രദ്ധിക്കാത്ത കാര്യമാണ്, ഒരു ഇൻഷുറൻസ് പോലും എടുക്കാത്ത ആളുകളാണ് നമ്മളിൽ പല ആളുകളും. നമ്മളെ ഞരമ്പിൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകുന്ന സിറ്റുവേഷൻ ആണ് നമ്മളുടെ ഒട്ടുമിക്ക ആളുകളുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഈ ഹുങ്കും ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു എമർജൻസി അസുഖം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. ഈ 50-30-20 എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സാലറി വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ 50-30-20 അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമുക്ക് നിർബന്ധമായിട്ടും ചെലവാക്കേണ്ട കാര്യങ്ങളും നമുക്ക് ആവശ്യങ്ങൾ മാത്രം, അതായത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവാക്കേണ്ട കാര്യങ്ങളും സേവിങ്സിന് നമ്മൾ എത്ര കണ്ട് 15-30 സേവ് ചെയ്യുന്ന ചുരുക്കി കൊണ്ടുവരുന്ന അതൊക്കെ നമ്മുടെ 20ലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരുന്ന സേവിങ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക തന്നെ വേണം. ദെൻ എസ്റ്റാബ്ലിഷിംഗ് ക്ലിയർ ഫിനാൻഷ്യൽ ഗോൾ. നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സേവിങ്സിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. ഈ പറഞ്ഞ 20% നമ്മളെ ഒരു സേഫ് ഫണ്ടായിട്ടാണ് ഇങ്ങനെ കൂടുകയോ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോകുക എന്നല്ലാതെ നമ്മുടെ ഈ പറഞ്ഞ ഒരു വർഷം നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്, ഒരു വർഷം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും എനിക്ക് എന്തെല്ലാം സേവ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്റെ ഗോൾ എന്താണ്. ഇതാണ് ഞാൻ ആക്ച്വലി ഇന്നലത്തെ വൈകുന്നേരത്തെ നമ്മുടെ സക്സസ് മീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഇന്നത് ഉണ്ടാക്കണം എന്ന് അടിയുറച്ച് മനസ്സിൽ എഴുതി വെച്ച് ഡേറ്റ് ഇട്ട് പ്ലാൻ ചെയ്ത് പോകുകയാണ് ഒരു ഗോൾ എന്ന് പറയുന്നത്. അതാ നമ്മൾ എപ്പോഴും പറയാം, ഡ്രീം എഴുതി വെച്ചാൽ മാത്രമേ അച്ചീവ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ മാത്രമേ ഉള്ളൂ നമുക്ക് എഫർമേഷൻ ബിൽഡ് ആവുള്ളൂ. ഇവിടെ ഫിനാൻഷ്യലി നമ്മൾ കൃത്യമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുകയില്ല എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഇന്ന സാധനത്തിലേക്ക് ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ആ എമൗണ്ടിനെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ടതാണെങ്കിൽ 6 മാസമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഓരോ മാസവും അതിന് ആ സെപ്പറേറ്റ് എമൗണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറ്റി വെക്കുന്ന സാഹചര്യം ബിൽഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. അതിന് നമുക്ക് കൃത്യമായ പ്ലാൻ ഇല്ലെങ്കിൽ, ഒരു ക്ലിയർ ഗോൾ ഇല്ലെങ്കിൽ അത് നടക്കുകയില്ല. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടോ അത് നമുക്ക് ഫോക്കസ് ഉണ്ടാവും. നമ്മൾ ആ ഭാഗം ഒന്നും ചിന്തിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം,
ഞാൻ കോൺഫോർജിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട്, എനിക്ക് ഇന്ന വരുമാനം വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള മൈൻഡ് സെറ്റ് ഒന്നും മാറിയിട്ട് ഇന്നത് ചെയ്യണം എന്ന് അടിയുറച്ച് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് റിസൾട്ടിലേക്ക് എത്തും. അതിന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞതുപോലെ 6 മാസമാണെങ്കിൽ 6ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 1 വർഷമാണെങ്കിൽ 12ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ 2 വർഷം കൊണ്ട് പ്ലാൻ ചെയ്തതാണെങ്കിൽ അത് 1.5 വർഷം കൊണ്ട് ചെയ്യാൻ നേരത്തെ പ്ലാൻ ചെയ്താൽ അത് 2 വർഷത്തിനുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് അത് സെറ്റ് ആവും. അതിന് കൃത്യമായിട്ട് പ്ലാൻ ഇല്ല എങ്കിൽ അത് ആ രീതിയിൽ തന്നെ അത് പോയിക്കൊണ്ട് തന്നെയിരിക്കും. ഈ ഒരു ബഡ്ജറ്റ് ഈ പറഞ്ഞതുപോലെയാണ്. നമ്മുടെ എക്സ്പെൻസുകളൊന്നും നമ്മൾ ട്രാക്ക് ചെയ്യാറില്ല. നമുക്കിപ്പോൾ ഒരുപാട് എക്സ്പെൻസ് ട്രാക്കറുകൾ ഉണ്ട്. നമുക്ക് ഒരു മൊബൈൽ ആപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സർവീസുകൾ അവൈലബിൾ ആണ്. അതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ 50% പോലും, അല്ലെങ്കിൽ ആ 30% ജസ്റ്റ് ആവശ്യമായ കാര്യങ്ങൾ ചെലവാക്കുന്ന കാര്യത്തിലാണെങ്കിലും, നമ്മളെ ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കുന്ന കാര്യങ്ങളാണ്, അതിനൊക്കെ ഒരു ബഡ്ജറ്റിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാക്കിംഗ് സിസ്റ്റം നമ്മളെ വരുമാനത്തിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതിന്റെ ഫിനാൻഷ്യൽ പാറ്റേൺ നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഇന്ന കാര്യത്തിനെ ഞാൻ ഇത്ര ചെലവാക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്റെ വരുമാനത്തിൽ നിന്ന് ഇന്ന കാര്യത്തിന് ഇത്ര കാര്യങ്ങൾ ചെലവാക്കുകയുള്ളൂ. ഞാനിത് ആക്ച്വലി എന്റെ കൂടെ മുമ്പ് ഉണ്ടായിരുന്ന, ഇപ്പോഴും കോണ്ടാക്റ്റിലുള്ള ഒരു IIM ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ നിന്ന് കിട്ടിയ ചില അഡ്വൈസുകൾ ഉണ്ട്. അയാൾ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വരുമാനം എത്ര വലുതാണെങ്കിലും കുട്ടികളുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അത് ഇത്ര രൂപയാണ് ഈ മാസം ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്, അത് ക്രോസ് ചെയ്യില്ല. അതിന്റെ അപ്പുറത്തെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് കുട്ടികൾക്കും അറിയാം. അതുപോലെ തന്നെ ഡ്രസ്സ് വാങ്ങുന്ന കാര്യത്തിൽ ഞാൻ എന്ത് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ എവിടെ സ്പെൻഡ് ചെയ്യണം, ഫുഡിന് പോകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആ പെർസെന്റേജുമായിട്ട് സ്ട്രിങ്ക് ആയി പോകുന്നോ അതിന്റെ അപ്പുറത്ത് ക്രോസ് ചെയ്യാത്ത രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെന്റേജ് ഒരിക്കൽ ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെ റെഡ് ആയിട്ട് അലേർട്ട് കാണിക്കും എന്റേത് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മുടെ ബഡ്ജറ്റിനെ നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ബഡ്ജറ്റ് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ട്രാക്കിങ്ങിലൂടെ തന്നെ കൊണ്ടുപോകണം. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിലേക്ക് അഡീഷണൽ എക്സ്പെൻസുകൾ വരികയാണെങ്കിൽ അത് എങ്ങനെ, നമ്മുടെ സേവിങ്സുമായിട്ട് അത് അലൈൻഡ് ആണോ, നമ്മളെ പ്ലാനും നമ്മളെ ബഡ്ജറ്റും അതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണോ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇതേപോലെ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ട്രാക്കിംഗ്. ഇനി ആപ്പുകൾ യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകളൊന്നല്ല നമ്മൾ ഇത്ര കണ്ട് വാട്സപ്പും ഫേസ്ബുക്കിലും ഒക്കെ കടന്നു തുടങ്ങുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ആപ്പുകൾ ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ആളുകൾ അത് ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലല്ലോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മുടെ ഫോക്കസ്. ആവശ്യമുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയാ, ഇപ്പൊ ചില സമയങ്ങളിൽ നമ്മളൊക്കെ പറയാറുണ്ട്, എനിക്ക് തോന്നുന്നു അടുത്ത സ്ലൈഡിൽ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പൊ ഞാനത് ഹോൾഡ് ചെയ്യാണ്. എമർജൻസി ഫണ്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ എമർജൻസി ഫണ്ടാണ് ആക്ച്വലി 20% കവർ ചെയ്യേണ്ട കാര്യം. ഇത് ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞു പോയ കാര്യമാണ്. മിനിമം 6 മാസെങ്കിലും ഒരു വരുമാനമില്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള ഫണ്ട് നമ്മളെ കയ്യിൽ സെക്യൂർ ആയിരിക്കണം. 1 മാസം വരുമാനം വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ 1 മാസം നമുക്ക് കോൺഫോർ ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് കിട്ടുന്ന സോഴ്സുകളെല്ലാം 1 മാസമോ 2 മാസമോ 3 മാസമോ നിന്ന് പോയാൽ പോലും നമ്മളെ ആ റെഗുലർ ലൈഫിനെ എഫക്ട് ചെയ്യരുത്. ഒന്നും കൂടി അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊന്ന് മാത്രം. അതിൽ എമർജൻസി ഫണ്ട് നമ്മൾ സേവ് ചെയ്തേ പറ്റൂ, മാറ്റി വെച്ചേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പാനിക് ആകുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ഈ പറഞ്ഞ 6 മാസത്തെ ഫണ്ട് അവിടെ സെക്യൂർ അല്ല എങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എവിടെയോ എന്തെങ്കിലും അലൈൻമെന്റ് തെറ്റിയ പോലെ തോന്നും. ഈ 6 മാസം ഞാൻ എപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2020 ഈ കോവിഡിന്റെ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തത് 1 വർഷം നാട്ടിൽ നിൽക്കുക എന്നുള്ളതാണ്. അതായത് എൻ്റെ വരുമാനത്തെ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് എൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നത് സ്വന്തം വീട്ടിലേക്കാണ്. അതായത് ഞാൻ തന്നെ ആ പ്രായത്തിൽ, അതായത് കല്യാണം കഴിഞ്ഞ ആ വർഷം തന്നെ ഉണ്ടാക്കിയ വീട്ടിലേക്കാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് വീട് എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു. അതൊരു വാശിയായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഏജ് പ്ലാനിൽ തന്നെ എനിക്ക് എടുക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായതുകൊണ്ട് ആ സമയത്ത് തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 26 വയസ്സിൽ ഞാൻ എൻ്റെ സ്വന്തം വീട് എടുത്തിട്ടുണ്ട്. ആ വീട് എടുത്തത് കൊണ്ട് വാടക കൊടുത്ത് നിൽക്കേണ്ടി വരില്ല എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ ഞാൻ പോർച്ചുഗലിലേക്ക് പ്ലാൻ ചെയ്ത് വരുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒഴിവാക്കാനും, അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫാമിലി ആയിട്ട് പോർച്ചുഗലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്തതുകൊണ്ട് ഇത് വിട്ടിട്ട് വേണം പോകാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചത് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം. ഈ 1 വർഷം കഴിഞ്ഞ നാളുകൾ എൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന എമൗണ്ട് ഒന്നും നിർബന്ധമായിട്ടും എൻ്റെ ചെലവുകൾ മറ്റൊരാളോട് ചോദിക്കാതെ, അല്ലെങ്കിൽ എൻ്റെ വൈഫിന്റെ കയ്യിലുള്ള സ്വർണം ഞാൻ നോക്കാതെ, അല്ലെങ്കിൽ അതിനെ ഞാൻ പ്ലാൻ ചെയ്യാതെ എൻ്റെ കയ്യിലുള്ള എൻ്റെ ഫണ്ടിനെ ഒരു എമൗണ്ട്, അന്ന് ഞാൻ മാറ്റി വെച്ചത് 12 ലക്ഷം രൂപയായിരുന്നു. ആ 12 ലക്ഷം രൂപ ആണ് ഞാൻ മാനേജ് ചെയ്ത് പോയത്. അതിൻ്റെ ഇടയിലാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം തന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് എംപവർ ഫാമിലിയിലേക്ക് വരാൻ പറ്റിയെന്നുള്ളത്.
ഈ ഒരു 2020 മിഡില് മുതൽ ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ 1 വർഷം പാസ് ചെയ്യുമ്പോഴേക്ക് തന്നെ എനിക്ക് വലിയ ഒരു ലൈഫാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഞാൻ പറയാറുണ്ട് 17 വർഷം ഞാൻ ജീവിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച്, ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ, ഏറ്റവും കൂടുതൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരാളെയും വേദനിപ്പിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ കഴിഞ്ഞ 4 വർഷം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. അത് മനസ്സ് തട്ടി പറയുന്നത് തന്നെയാണ്. അത് ആ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെയാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഒരു ഭാഗ്യമാണ് ഈ ഒരു ഫാമിലിയുടെ ഭാഗമാവാൻ പറ്റി എന്നുള്ളത്. ഈ ഒരു ലൈഫ് എനിക്ക് ദൈവം കൊണ്ട് തന്നു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമാനം എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ എമർജൻസി ഫണ്ടോ ഈ പറഞ്ഞതുപോലെ അലോക്കേഷനോ ഇല്ല എങ്കിൽ എത്ര വരുമാനം എടുത്താലും നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കും. നമ്മൾ പല ആളുകളും കിട്ടുന്നിടത്തു നിന്നൊക്കെ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡുകൾ കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എന്തിനാ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക്? എന്താ നമ്മൾ ക്രെഡിറ്റ് കാർഡിന്റെ ആവശ്യം? ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എവിടെയാണ്? നമ്മളിപ്പോ ഷോപ്പിങ്ങിന് പോവാണ്. ഈ ഷോപ്പിംഗ് ഹാബിറ്റിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഇതായിരുന്നു. കഴിഞ്ഞ ഒരു 15 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 6 7 അല്ലെങ്കിൽ ഒരു 10 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ഗ്രോസറി പർച്ചേസ് എന്ന് പറയുന്നത് അത് ഷോപ്പിംഗ് മാളുകളിലുള്ള പേരെടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കയറി, നമുക്ക് നോക്കി, നമുക്ക് എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈ പറഞ്ഞ ട്രോളിയിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പർച്ചേസ് ഹാബിറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ഹാബിറ്റ്, ഗ്രോസറി പർച്ചേസ് ഹാബിറ്റ് നമ്മളെ മുന്നിൽ തുറന്നു തന്നപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ അവരൊക്കെ എല്ലാ ആഴ്ചകളിലും ഫ്ലയറുകൾ ഇറക്കി, പ്രൊമോഷൻ ബുക്ക്ലെറ്റുകൾ ഇറക്കിയിട്ട് ആളുകൾ ആകർഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും 1 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനമോ 2 സാധനമോ വാങ്ങണം എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ ട്രോളിയിൽ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാവും. അവരവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഗണ്ടോള എന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെൽഫിന്റെ ഒരു എൻഡിന് പറയുന്ന പേരാണ് ഗണ്ടോള. അല്ലെങ്കിൽ അവര് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്ക്വയർ ആയിട്ട് പോഡിയം എന്ന് പറയും. പോഡിയത്തിൽ ഷെൽഫിൽ സാധാരണ രീതിയിൽ ഷെൽഫ് ഡിസ്പ്ലേയിൽ ഒരു 10 15 യൂണിറ്റ് മാത്രം വെക്കുന്നതിന് പകരം ഒരു 300 400 യൂണിറ്റ് അടക്കി വെച്ചിട്ട് അതിൽ ഇന്നതാണ് ഇതിന്റെ യഥാർത്ഥ പ്രൈസ്, ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്രൈസിന് കിട്ടുമെന്ന് കാണുന്ന സമയത്ത് ഒരു ആവശ്യമില്ലാത്ത സാധനമായിരിക്കും. നമുക്കറിയില്ല നമുക്കിത് വേണമെന്നുള്ള കാര്യം, നമുക്ക് ആ ചിന്ത ഉണ്ടാവില്ല. ഒറ്റയടിക്ക് ആ പ്രൈസ് ടാഗ് ആണ് നമ്മളെ മൈൻഡിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടാവുക. നമ്മളെടുത്ത് ട്രോളിലേക്ക് ഇടും. നമ്മൾ പോയത് ഒരു പക്ഷേ 1 2 സാധനം, നമ്മുടെ ആവശ്യം മേ ബി ഒരു 500 രൂപയിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും പർച്ചേസിനാണ് നമ്മൾ പോയതെങ്കിൽ മിനിമം 2000 ടച്ച് ചെയ്യാതെ നമ്മൾ തിരിച്ചറിയില്ല. എന്താണ് നമ്മുടെ ആവശ്യം? ആക്ച്വലി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ഒരു 15 വർഷം മുമ്പോ അല്ലെങ്കിൽ 20 വർഷം മുമ്പോ ഉള്ള ആളുകൾ തന്നെയാണ് ഇരിക്കുന്നതിൽ പല ആളുകളും. നമ്മൾ സാധാരണ രീതിയിൽ പലചരക്ക് കടയിൽ പോകുന്ന ഒരു സാഹചര്യത്തെ കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ആക്സസ് ഇല്ലാത്ത ഷെൽഫിലേക്ക് നമുക്ക് ആക്സസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത ഏരിയയിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ടാവില്ല. നമ്മൾ പറയുന്നത് എന്തോ അവർ നമുക്ക് എടുത്തു തരും. അത് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ പ്രത്യേകിച്ചും ലിസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. ചായപ്പൊടി 100 ഗ്രാം, അരി 2 കിലോ, പഞ്ചസാര 1 കിലോ, എന്താണോ നമ്മൾ എഴുതിയത് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും, വാങ്ങിച്ചിട്ട് പോരും, അല്ലെങ്കിൽ അത് വായിച്ചു കൊടുക്കും, അയാൾ എടുത്തരും, നമ്മൾ വാങ്ങിച്ചിട്ട് പോരും. ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി ഇറങ്ങുന്ന നമ്മളുടെ പല ആളുകളുടെയും പർച്ചേസ് ഹാബിറ്റിൽ ഏത് രീതിയിലാണ് മാറ്റം വന്നിരിക്കുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കയ്യിൽ കിട്ടുന്ന പൈസ നഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ്, അറിയാതെ നഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ഒരു ആവശ്യം ഉണ്ടാവില്ല. അതിൽ ഒട്ടുമിക്ക സാധനങ്ങളും എക്സ്പയർ ആവാനുള്ള ഡേറ്റിന് നിയർ ബൈ എക്സ്പയറി ഡേറ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെ ബണ്ടിലാക്കിയിട്ട് ഒന്നിനോടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് 1+1 ആക്കിയിട്ട് അത് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രൈസ് ടാഗ് നമ്മളെ മൈൻഡ്സിനെ എവിടെയോ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊരു ആവശ്യമില്ലാതെ നമ്മൾ ട്രോളിയിലേക്ക് എടുത്തിട്ടുണ്ട്, നമ്മളത് കൊണ്ടുപോയിട്ടുണ്ടാവും. പല ആളുകൾക്കും ഇത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ തന്നെയാണ്. അത് വാങ്ങുന്ന ആളുകൾക്ക് ഒരു ധാരണയും ഉണ്ടാവില്ല ഇത് ആവശ്യമുള്ളതാണോ, ഉപയോഗിക്കാൻ ആവശ്യമുള്ളതാണോ. പല ആളുകളും പല സാധനങ്ങളും ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ആളുകൾ ബോധേഡാവാത്തൊരു കാര്യമാണ്. നമ്മൾ ഈ കുക്കിംഗ് സെറ്റുകൾ മേടിക്കും. 12 പീസ് സെറ്റ്, 21 പീസ് സെറ്റ്, 9 പീസ് സെറ്റ്. അതായത് ഒരു ഫ്രൈ പാന്, ഒരു പോട്ട്, പിന്നെ നമുക്കറിയാം ഏതൊക്കെ പീസാന്നുള്ളത്. മറ്റേ ചെറിയ ചെറിയ സാധനങ്ങൾ അടങ്ങുന്ന ഒരു സെറ്റൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഡാമേജ് ആയതുകൊണ്ടായിരിക്കും. ടെഫ്ലോൺ പാത്രങ്ങൾ അല്ലെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു അട്രാക്ഷൻ ആണ്. വീട്ടിലുള്ള പെണ്ണുങ്ങളോടാണ് ഞാൻ പറയുന്നത്. ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തട്ടുമ്പുറത്ത് കൊണ്ടുവെക്കും, ആ പെട്ടി പൊളിക്കാതെ കൊണ്ടുവെക്കും. ഇപ്പൊ ഉള്ള സാധനം അത് ഡാമേജ് ആവില്ല എപ്പോഴെങ്കിലും, അപ്പൊ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട്. അതേപോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ് സെറ്റുകൾ. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന കട്ട്ലറീസുകൾ, അതായത് പ്ലേറ്റ്, ഗ്ലാസ് സാധനങ്ങളൊക്കെ.
എത്ര പേരുടെ ഷോക്കേസിൽ ഈ സാധനങ്ങൾ ഇന്നും ഉപയോഗിക്കാതെ പൊടി പിടിച്ചടക്കുന്നുണ്ട്? നമ്മൾ വാങ്ങിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണോ, ഏതെങ്കിലും എപ്പോഴെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാർ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? വിരുന്നുകാർക്ക് അവർക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ മുടക്കിയ കാശ് നമ്മൾ എന്താ പറയാ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഉപയോഗിക്കാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലും അത് ആ ഷെൽഫിൽ തന്നെ അവിടെ കിടക്കും. ഒരാളും ശ്രദ്ധിക്കാതെ അനാവശ്യമായിട്ട് വാങ്ങിച്ചു വെക്കുന്ന കുറെ സാധനങ്ങൾ ഒരു കാറ്റഗറി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒട്ടുമിക്ക ആളുകളും ഈ ശ്രദ്ധ ഇല്ലാത്ത ആളുകൾക്ക് സംഭവിക്കുന്ന അനാവശ്യ പർച്ചേസുകൾ അധികവും ഒന്നെങ്കിൽ കിച്ചണിന്റെ ഷെൽഫിന്റെ മേലെ ഇപ്പോഴും ഭദ്രമായിട്ട് കിടക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് ഭദ്രമായിട്ട് കിടത്തി അവിടെ വെച്ച ആളുകളുണ്ട്. ഷോക്കേസുകൾ വെക്കുന്ന സാധനങ്ങൾ, അത് ഷോക്കേസിൽ ഒരു 6 ഗ്ലാസിന്റെ സെറ്റ്, വേറൊരു 6 ഗ്ലാസിന്റെ സെറ്റ്, അത് മറ്റേ ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ഹൈറ്റ് ഉള്ള സെറ്റ്, ഇതിന്റെ അപ്പുറത്ത് പിടിയുള്ള ഗ്ലാസ് വേറെ ഒരെണ്ണം, ചായ കപ്പ്, ചെറിയ ചെറിയ കപ്പുകൾ, അതിന്റെ കുക്കുള്ളത് വേറൊരെണ്ണം, കാവ് ഒഴിക്കാൻ വേറൊരു ടൈപ്പ്. ഇതൊന്നും കുട്ടികൾക്കോ നമുക്കോ നമ്മളെ വീട്ടിലുള്ള പാരന്റ്സിനോ അത് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് എപ്പോഴോ വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കാനാണെങ്കിൽ എന്തിനാ അത് വാങ്ങിച്ചു വെക്കുന്നത്? ആരെ ബോധിപ്പിക്കാനാണ് നമ്മൾ അനാവശ്യ കാശുകൾ അതിനിട്ട് ഡിസ്പ്ലേ ആക്കുന്നത്? ഇതൊക്കെ ചെയ്യാം എപ്പോഴും അറിയോ, നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സെക്ടർ ഒരു സമയത്ത് ആർക്കും ആവശ്യമില്ലാത്ത വെറുതെ കിടക്കുന്ന കുറെ കാശുണ്ട്, ഞാൻ എന്താ ഇതിപ്പോ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്ന കാലത്ത് നിങ്ങൾ വെറുതെ അതൊക്കെ വാങ്ങിച്ചിട്ട് അനാവശ്യമായിട്ട് കളഞ്ഞു. പക്ഷെ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ലൈഫിന് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ ചെയ്തു വെക്കുന്നതെല്ലാം. ഇവിടെ ഈ പറഞ്ഞതുപോലെയാണ് ഷോപ്പിംഗ് ഹാബിറ്റുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഫിനാൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഇവിടെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അബദ്ധം എന്ന് പറയുന്നത്. നമ്മൾ ടി വി വർക്ക് ചെയ്യുന്നുണ്ടാവും, താഴെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ടി വി ഉണ്ടാവും. അപ്പോഴായിരിക്കും എന്തിനാ ടി വി ആണ് താഴെ പോകുന്നത്, മേലെ ഒരു ടി വി വെച്ചൂടെ? മേലെ ടി വി വെച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കുട്ടികൾ മേളിൽ നിന്ന് കണ്ടോട്ടെ, അച്ഛനമ്മക്ക് വാപ്പക്ക് ഉമ്മക്ക് ഒക്കെ സീരിയൽ കാണെങ്കിൽ അത് താഴെ വർക്ക് ചെയ്തോട്ടെ. ഇത് ആരാ പഠിപ്പിക്കുന്നത്? നമ്മൾ തന്നെ അത് പഠിപ്പിച്ചെടുക്കുന്നത്. ഈ വാങ്ങുന്ന സാധനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ടി വി വാങ്ങുമ്പോൾ നമുക്ക് ബജാജ് ഫൈനാൻസ് ഉണ്ടല്ലോ, എന്തപ്പോ ടെൻഷൻ അല്ലേ? അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ടാവും അവര്. എത്ര പേര് ബജാജ് ഫൈനാൻസ് എടുത്തിട്ട് സിബിൽ കറക്റ്റ് ആയിട്ട് കിട്ടും, അതുകൊണ്ട് കയ്യിലുള്ള കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ബജാജ് ഫൈനാൻസ് വാങ്ങാന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് ഈ സിബിൽ പൊട്ടിപ്പോകാന്നൊന്നും അറിയില്ല. അത് ക്രെഡിറ്റ് കാർഡ് ഉള്ള ഒരാളും കൂടി ആണെങ്കിൽ ഒന്നും പറയും വേണ്ട. ക്രെഡിറ്റ് കാർഡ് ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്ന് മാറുന്നു അന്ന് നമ്മൾ സേവ് ആയി തുടങ്ങും. എന്ന് EMI നമ്മൾ നിർത്തുന്നു അന്ന് നമ്മൾ സേവ് ചെയ്ത് തുടങ്ങും. നമ്മുടെ ലൈഫിൽ നിന്ന് വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും. നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങൾ EMI നിങ്ങളൊന്ന് മാറാൻ ശ്രമിച്ചു നോക്ക്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള കാശിനെ അതിനെ ഇപ്പൊ കടങ്ങൾ ഒരുപാട് കടങ്ങൾ നമ്മളുണ്ട്. ആ സമയത്തായിരിക്കും ഒരു പക്ഷേ കോൺഫോർജ് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കോൺഫോർജിൽ നിൽക്കുന്ന സമയത്ത് ബാധ്യതകൾ ഉണ്ട്, പക്ഷെ അതെങ്ങനെ തീർക്കാൻ അറിയില്ല. ഈ തീർക്കാൻ അറിയാത്തത് നമ്മളെ ആവശ്യത്തിലുപരി നമ്മൾ ചെലവാക്കുന്ന ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറുന്നതുകൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം EMI ഉള്ള ആളോട് എനിക്ക് സഹതാപമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന മേജർ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്ന EMIയിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് പലിശ കൊടുക്കുന്നതിനെ നിങ്ങൾ ആദ്യം ട്രീറ്റ് ചെയ്തിട്ട് അതിനെ കുറച്ച് കൊണ്ടുവരിക. എവിടെയെങ്കിലും നിങ്ങൾ ഒരു മാസം പേ ചെയ്യുന്ന എമൗണ്ടിനെ 2 മാസമായിട്ട് പേയ്മെന്റ് നടത്തിയിട്ട് ആ ഒരു പെർസെൻറ്റേജിനെ കുറച്ചിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും പ്ലാൻഡ് ആയിട്ട് അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് അപ്ഡേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. എല്ലാ ലോണുകളും എല്ലാ ബാങ്കുകളും എല്ലാ ഫൈനാൻസുകളും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്ന ഫൈനാൻസ് അതൊരു 5 മാസം 6 മാസം 1 വർഷം കൃത്യമായിട്ട് പേ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്ന എമൗണ്ടിലേക്ക് വീണ്ടും ആഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവർ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ വീണ്ടും കുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു പ്രോസസ്സാണ് ഫൈനാൻഷ്യൽ പ്ലാനുകളെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചുറ്റുപാടുമുള്ള ഈ എന്താ പറയുക ഫിനാൻഷ്യൽ സർവീസുകൾ എന്ന് പറയുന്നത്. മുത്തൂറ്റ് ഫൈനാൻസ്, ഗോൾഡ് ലോണുകൾ, എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് കൈയിട്ട് വരും. നമുക്ക് എന്തിനാണ് ഇതൊക്കെ? നമുക്ക് കിട്ടുന്ന വരുമാനത്തോടെ നമുക്ക് ജീവിക്കാൻ അറിയാത്തത് കൊണ്ടല്ലേ? ഞാൻ ജീവിതത്തിൽ പലിശ കൊടുക്കാത്ത ഒരാളാണ്, പലിശ കൊടുക്കില്ല എന്ന് തീരുമാനം എടുത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെന്റെ മതം പഠിപ്പിച്ചെടുത്തും തുടങ്ങിയതാണെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ ആഴത്തിലേക്ക് ചിന്തിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് അതുകൊണ്ടുണ്ടായ മനസ്സമാധാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലിശയായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ എന്താ പറയുക ആവശ്യമില്ലാത്ത ഒരു വാഷിംഗ് മെഷീന്റെ കൂടെ രണ്ടാമത്തെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചേക്കുക, ഒന്ന് ഓട്ടോമാറ്റിക് ഉണ്ടാവും ഒന്ന് മാനുവൽ വാങ്ങിച്ചു വെക്കുക അല്ലേ? ഫ്രിഡ്ജ് മേലെയും താഴത്തും ഓരോന്ന്, TV മേലെയും താഴത്തും ഓരോന്ന്. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യങ്ങൾ? ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ സർവീസുകൾ നമ്മൾ മുന്നിൽ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ, കയ്യിൽ കാശ് നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ, അത് കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ വാങ്ങിക്കുമ്പോഴും ചെലവാക്കുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച കടബാധ്യതകൾ എവിടെയാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് നമ്മൾ നികത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പ്രോജക്റ്റിലൂടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം ഏതായാലും എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനും കൂടി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ലൈഫിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിലൂടെ കാര്യങ്ങൾ പോകുള്ളൂ. അത് നമ്മുടെ പർച്ചേസിൽ ശ്രദ്ധിക്കണം. ഒരാൾ ഒരു ഷോപ്പിംഗ് ഹാബിറ്റിൽ പോലും, അത് നമ്മൾ ഞാനീ പറഞ്ഞ ഗ്രോസറി മാത്രമല്ല,
ചില ആളുകൾ നമുക്കറിയാം എവിടെയും നമ്മളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഓഫറാണ് അല്ലേ. എന്താണ് ബൈ 1 get 1 ബൈ 1 get 1 ബൈ 1 get 2 ബൈ 2 get 1 ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത അട്രാക്ഷൻസ് ആണ്. നമുക്ക് ആവശ്യമുള്ളത് എന്ത്, നമ്മളെ കയ്യിലുള്ള ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അലമാരയിൽ മടക്കി വെച്ചെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മളെ പല സാധനങ്ങളും കഴിഞ്ഞ മാസം വാങ്ങിയത് തന്നെ ഓർമ്മ ഉണ്ടാവില്ല, അലമാരയുടെ ഏത് ഭാഗത്താന്ന് പോലും ബോധം ഉണ്ടാവില്ല. അപ്പോഴും കാണും ഷോപ്പിങ്ങിൽ പോകുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഈ ഓഫർ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഫാക്ടറി ഔട്ട്ലെറ്റുകളുടെ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് നിങ്ങൾ കുറച്ച് കാശ് ബെറ്റർ ആയിട്ടുള്ള പൈസ കൊടുത്തിട്ട് കയ്യിലുള്ള കാശ്, അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡഡ് സാധനം വാങ്ങിക്കുന്നവരോട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബ്രാൻഡഡ് സാധനം വാങ്ങിക്കാത്തവരോട് ഞാൻ പറയുന്നത്, ബ്രാൻഡഡ് സാധനമാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഈ ലാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് എപ്പോഴും കുറച്ചധികമായിരിക്കും. സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പം സുഡിയോ പോലുള്ള സ്ഥലങ്ങളിലെ ക്വാളിറ്റി നമുക്കറിയാം, 600-700 രൂപക്കൊക്കെ നമുക്ക് വളരെ ലുക്കായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. പക്ഷെ അതൊക്കെ ഒരു 4-5 അലക്കൽ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കോലൊക്കെ മാറി തുടങ്ങും, കളറ് ഫെയ്ഡായി തുടങ്ങും. പക്ഷെ അതൊരു ബ്രാൻഡഡ് ഐറ്റം ആണെങ്കിൽ നിങ്ങൾ 4 മാസം 3 മാസം ഉപയോഗിക്കുന്നതിന് പകരം 6 കൊല്ലം കഴിഞ്ഞാലും ആ സാധനം ആ ക്വാളിറ്റി അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കുന്ന സാധനം ബ്രാൻഡഡ് ആയിരിക്കും, ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും. ഒരാളെ മുന്നിൽ ആ ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഐഡന്റിഫൈ ചെയ്യുന്നതും ആ രീതിയിലായിരിക്കും. നമുക്കൊരു സ്റ്റാറ്റസും അവിടെ കൃത്യമായിട്ടുണ്ടാകും. എന്നാൽ ആ ചെലവാക്കുന്നതിനെ നമ്മൾ ആവശ്യമുള്ളതാണെന്ന് ഉറപ്പുവരുത്തി മാത്രം അതിനെ ബൈ ചെയ്യാന്ന് മാത്രം. ഞാൻ ജസ്റ്റ് ഒന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നമ്മൾ പല ആളുകളും ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ വാങ്ങുന്ന ആളുകളാണ്, ശ്രദ്ധിക്കാത്ത ആളുകളാണ്. ഡെയിലി എക്സ്പെൻസുകളും ഈ പറഞ്ഞ റെഗുലറായിട്ട് വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും ബേസിക്കലി. ദെൻ ഫിനാൻഷ്യൽ ഗോളുകൾ, ഇതിനെ ഞാൻ പറഞ്ഞ ഇതൊക്കെ ആക്ച്വലി പറഞ്ഞത് തന്നെ വീണ്ടും ഭാഗമായിട്ട് വന്നു മാത്രം. നമ്മൾ സേവിങ്സിനെ അല്ലെങ്കിൽ അതിനെ കാറ്റഗറി ചെയ്യാന്നുള്ളത് നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് എന്ത് ഗോളിനെ സെറ്റ് ചെയ്യുമ്പോഴും നമ്മളെ സേവിങ്സിനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്തും കുട്ടികളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ലോണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മോൾക്ക് ഇപ്പൊ 16 വയസ്സാണ്. മോൾക്ക് 5 വയസ്സുള്ള സമയത്ത് ഞാൻ LICയിൽ ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ചു, 5 വർഷം പേ ചെയ്തു. ഇപ്പൊ ഈ വർഷം അവസാനം എനിക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടും. ഒരുപക്ഷെ LIC ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, അന്ന് ഞാൻ പേ ചെയ്തത് ഓൾമോസ്റ്റ് ആ എമൗണ്ടിന്റെ ഇന്നത്തെ മൂല്യം പക്ഷെ ഒരുപക്ഷെ ചെറുതായിരിക്കും. പക്ഷെ അന്ന് ഞാൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് ആ എമൗണ്ട് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അന്ന് മാസം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിലേക്ക് മാറ്റി വെച്ചതുകൊണ്ട് അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ് SIP, സിസ്റ്റം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നമ്മൾ എവിടെയൊക്കെ എന്തെല്ലാം മനസ്സിലാക്കി പഠിച്ച് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ഒട്ടു ഭാഗങ്ങളുണ്ട്. ഇപ്പൊ ഒരു കോയിൻ ഫോർജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത്. നമുക്ക് നമ്മൾ കയ്യിൽ വരുന്ന വരുമാനത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതർ സോഴ്സ് ഓഫ് ഇൻകത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു വരുമാനം മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഉറങ്ങുമ്പോഴും വരുമാനം വരുന്ന സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റുകൾ, SIPകൾ എന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിനെ സെക്യൂർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ, കുട്ടികളെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ പ്ലാൻഡ് ആയിട്ട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കൊല്ലം നമുക്ക് വെക്കേഷനുകളൊക്കെ എടുക്കുന്ന സമയത്ത് കുടുംബമായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വരുന്ന എക്സ്പെൻസുകളൊക്കെ കൺട്രോൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആ സമയത്ത് അമിത ചെലവുകളായിട്ട് പോകുന്ന സാഹചര്യം, കയ്യിൽ നിന്നും പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്ലാൻഡ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇത്ര പെർസെന്റേജ് ഈ ഒരു എമൗണ്ടിനെ ഞാൻ ഇത്ര ഡിവൈഡ് ചെയ്ത് മാറ്റി വെക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുക തന്നെ ചെയ്യും. അത് ആ കറക്റ്റായിട്ട് മന്ത്ലി ടാർഗറ്റ് ചെയ്ത് തന്നെ പോകും, അതിനെ കറക്റ്റായിട്ട് ട്രാക്കും ചെയ്ത് പോകുക. ഞാൻ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഗോളുകളുമായിട്ട് എൻ്റെ സ്പെൻഡിങ്സ് അത് കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അത് നമ്മൾ ട്രാക്ക് ചെയ്യാതെ ആപ്പ് കയ്യിലുണ്ട്, ആപ്പിൽ എല്ലാം എൻ്റർ ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ അതിന്റെ സമ്മറി നോക്കുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആപ്പിൽ ചില ആളുകൾ ആപ്പ് പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്ത് നോക്കും, പക്ഷെ അതിൽ എൻ്റർ ചെയ്യുന്നുണ്ടാവും, ആ ഭാഗം മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ചില ആളുകൾ എൻ്റർ ചെയ്ത് പോകും, പക്ഷെ അത് ഏത് രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത പെർസെൻറ്റേജ് വൈസ് കൃത്യമായിട്ട് ആ ഒരു അലൊക്കേറ്റ് ചെയ്ത പെർസെൻറ്റേജിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുന്ന കാര്യത്തിൽ നമ്മൾ പ്ലാൻഡ് ആയിരിക്കില്ല. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത പ്രകാരം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ട്രാക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. കാരണം അത് നമ്മൾ പ്ലാൻ ചെയ്ത, ടാർഗറ്റ് ചെയ്ത, ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് തന്നെയാണ് എൻ്റെ യാത്ര എന്നുള്ളൊരു ബോധ്യം വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. ശരിയല്ലേ? അവിടെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്ട്രാറ്റജി കൃത്യമായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സേവിങ്സ് അത് എന്താ പറയാ ഒരു ക്വാളിറ്റി ഉള്ള സേവിങ്സ് ആയിട്ട് തന്നെ അതിനെ മാറ്റാൻ പറ്റും. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കാര്യത്തിൽ അത് SIPന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് അതിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ SIP ആണെങ്കിൽ സിസ്റ്റം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കഴിഞ്ഞ വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എത്ര ചെറിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 10 വർഷം എടുക്കുകയാണെങ്കിൽ മിനിമം
15% ഓരോ വർഷം അതിലേക്ക് കോമ്പൗണ്ട് ആയിട്ട് ആഡ് ചെയ്ത് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം SIP നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് താഴെ പോയിട്ടുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ പോലുള്ള ഇൻഡസ്ട്രികൾക്കാണ് പ്രാധാന്യം കൂടുതൽ വന്നിരിക്കുന്നത്. മാർക്കറ്റ് ഷെയറുകൾക്കൊക്കെ പൊതുവെ താഴെ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും എവിടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിലും ഈ SIP ആണെങ്കിലും അതിന്റെ റിസ്ക് എത്രത്തോളം വലുതാന്നുള്ളതൊക്കെ റിസർച്ച് നടത്താതെ ചെയ്യരുത്. അറിയുന്ന ആളോട് അതിനെക്കുറിച്ച് ചോദിക്കുക. അയാൾ പറഞ്ഞു തന്നാൽ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട റിസർച്ച് നമ്മൾ തന്നെ നടത്താൻ ശ്രമിക്കുക. നമ്മളെ കയ്യിലുള്ള ഈ പറഞ്ഞ ഞാൻ എപ്പോഴും പറയുന്ന ChatGPT പോലുള്ള സൗകര്യങ്ങൾ നമുക്ക് തരുന്ന ഒരു റിയലിസ്റ്റിക് ഡാറ്റ ഉണ്ട്. ആ ഡാറ്റനെ ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് പഠിക്കാനും എളുപ്പമാണ്. എന്തിലേക്കും നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന പ്രകാരം നമ്മുടെ ഫൈനാൻസ് പോകുന്ന രീതിയിലേക്ക്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്ത് കൃത്യമായിട്ട് ഗൈഡൻസ് തരാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനെപ്പറ്റി അറിയുന്ന ഫൈനാൻസ് മാനേജർ നടത്തുന്ന ആളോട് നിങ്ങൾക്ക് അതിന്റെ അഡ്വൈസ് എടുക്കാൻ പറ്റുന്നതാണ്. റിസർച്ച് നടത്താതെ ചെയ്യരുത്. നമ്മളായിട്ട് എന്തെങ്കിലും റിസർച്ച് നടത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് എനിക്കും കൂടി മനസ്സിലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അയാൾ പറഞ്ഞതിന്റെ പുറത്ത് മാത്രമല്ല ഞാൻ ചെയ്തത് എന്നുള്ള ബോധ്യം നമുക്ക് അവിടെ ഉണ്ടാവും. സോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കാര്യത്തിലും വളരെ കൃത്യമായിട്ട് അതിന്റെ രീതി തന്നെ ചെയ്യാം, അല്ലേ? ഇത് വളരെ വലിയൊരു കാര്യമാണ്. കുട്ടികളെ ആവശ്യപ്പെടുമ്പോഴത്തേക്കും കുട്ടികൾക്ക് എന്ത് നമ്മൾ ചെയ്തു കൊടുക്കും? നമ്മളെ കുട്ടികളല്ലേ, അവർക്ക് വേറെ ആരാ ചെയ്തു കൊടുക്കാനുള്ളത്, അല്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞതുപോലെ അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുള്ളത്. എൻ്റെ 16 വയസ്സായ മോൾക്ക് അക്കൗണ്ട് ഉണ്ട്, 12 വയസ്സായ മോൾക്ക് അക്കൗണ്ട് ഉണ്ട്, 8 വയസ്സായ 2 ആൺകുട്ടികൾക്കും അക്കൗണ്ട് ഉണ്ട്. അവർക്ക് കിട്ടുന്ന പെരുന്നാൾ കാശ് പോലും ഞാൻ ചെയ്യുന്ന പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കും, അവരുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ അതവിടെ ലോക്കായ പോലെയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, കണക്ക് എഴുതി വെക്കും, അത് എനിക്ക് തന്നേക്കാൻ പറയും. ഇത് ഇങ്ങനെ ചെയ്തു പോയിട്ടില്ലെന്നുണ്ടെങ്കിലോ 2-3 കാര്യങ്ങളുണ്ട്. കുട്ടികൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ അത് നിറവേറ്റി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പൈസക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും മനസ്സിലാക്കി കൊടുക്കേണ്ടതും നിങ്ങൾ എന്തിനാണ് ഈ സാധനം എന്ന് 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്ന ഉത്തരത്തിൽ ഉണ്ടാകും. അവരെ തിരിച്ച് കൺവിൻസ് ചെയ്യാനോ അവർക്ക് ആവശ്യമുള്ളതാണോ നമുക്ക് ഉറപ്പിക്കാനുമുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. നമ്മളത് ചോദിക്കാറില്ല, പല ആളുകളും ചോദിക്കാറില്ല. അപ്പൊ നമ്മളെ എന്താ പറയുക, വരുമാനം വരുന്നത് പ്രവാസത്തു നിന്നൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും പ്രവാസിയായിട്ടിരിക്കുന്ന അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ, അവർ ചിന്തിക്കുന്നത് എൻ്റെ മക്കള് ഞാനല്ലാതെ അവർക്ക് ആരെ കൊടുക്കാനുള്ളത്, അല്ലെ? ശരിക്ക് സ്കൂളിൽ കൊടുക്കുന്ന ഫീസ് പോലും നമ്മൾ ഓൺലൈനിൽ അടയ്ക്കരുത്. നിങ്ങൾ അവരെ കയ്യിൽ കാശ് കൊടുത്തിട്ട് അവരെ കൊണ്ട് അക്കൗണ്ട്സിൽ അവിടുത്തെ ആ കൗണ്ടറിൽ കൊണ്ടിട്ട് നിങ്ങൾ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എനിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് തരുന്ന പൈസയുടെ അളവ് അത് എത്രത്തോളം വലുതാണെന്നുള്ളതും ബോധ്യം അവർക്ക് ഉണ്ടാവും. അവരെ കൊണ്ട് തന്നെ റെസീപ്റ്റ് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ ചെയ്യിപ്പിച്ചു നോക്കുക. നിങ്ങൾ വലിയ എമൗണ്ട് ഒന്നല്ല, 2000, 2500 രൂപ, 3000 രൂപയും കൊണ്ടുപോകുന്നത്. അത് അവരെ കൊണ്ട് തന്നെ അടപ്പിച്ചു നോക്ക്. ഇനി നിങ്ങൾ പോയിട്ടാണ് അടയ്ക്കുന്നത്, നിങ്ങൾ അവരെയും കൂടി ക്യാഷ് കൗണ്ടറിൽ കൊണ്ടിട്ട് അവരുടെ കയ്യിൽ കാശ് കൊടുത്ത് നിങ്ങൾ അടപ്പിച്ചു നോക്ക്. അവർക്ക് പൈസന്റെ മൂല്യം അറിഞ്ഞു തുടങ്ങും. അവർക്ക് എപ്പോഴും ഒരു കിറ്റി അല്ലെങ്കിൽ ഒരു പോട്ട് വെച്ചിട്ട് അവരെ കൊണ്ട് പൈസ ഇടിപ്പിക്കണം, കയ്യിൽ വരുന്ന പൈസ. അതേപോലെ ചാരിറ്റി ചെയ്യാൻ പഠിപ്പിക്കണം കുട്ടികളെ ചാരിറ്റി ചെയ്യാൻ പഠിപ്പിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എവിടെ എന്ത് കൊടുത്താലും നമുക്ക് തിരിച്ച് 10 മടങ്ങ് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ചാരിറ്റി എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും മടിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ഒരു പക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഗുണമുള്ളൊരു കാര്യമാണ്. ഞാൻ ആ രീതിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനെ ഊന്നി പറയുന്നത്. കുട്ടികളെ അവരുടെ കയ്യിലുള്ള പൈസയെ, അവർക്കിപ്പോ പോക്കറ്റ് മണി ആയിട്ട് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവും, നമ്മളെ പാരന്റ്സ് കൊടുക്കുന്നുണ്ടാവും. അതിനൊക്കെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് അവരെ നമ്മൾ തന്നെ വേണം ഗൈഡ് ചെയ്യാൻ. അവർക്ക് നമ്മൾ തന്നെ വേണം പഠിപ്പിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ അവര് ശ്രദ്ധിക്കാത്ത ആളുകളായി മാറും. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു സൈക്ലിംഗ് പ്രോസസ്സാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കാറ്റഗറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പൈസക്കാരൻ അല്ലെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളിൽ നിന്നാണ് അടുത്ത ജനറേഷൻ ആരായിട്ട് മാറുന്നത്? ഒരു ധാരാളിയായിട്ട് മാറുന്നത്. രാജേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ധാരാളിയായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പാരന്റ്സ് അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള ആളുകൾ, എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ പാരന്റ്സ്, അവർ ഓൾറെഡി കാശ് ആവശ്യത്തിൽ കൂടുതലുള്ള ആളുകളാകുന്ന സമയത്ത് അതിനെ ധാരാളിയായിട്ടുള്ള അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്നവരാ, അല്ലേ? ദെൻ ആ ധാരാളിയായ ജനറേഷനും അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് പാവപ്പെട്ട ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്നവരാ. പാവപ്പെട്ട ജനറേഷനെ ക്രിയേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അടുത്ത ജനറേഷൻ പിശുക്കന്മാരായിട്ട് മാറും. അവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഉള്ളതിനെ ആ പിശുക്കത്രത്തിലേക്ക് പോകും. പിശുക്കായിട്ട് വെച്ച പൈസയിൽ നിന്നും വീണ്ടും അടുത്ത സൈക്കിളിലേക്ക് പോകും. എങ്ങോട്ടേക്ക്? പണക്കാരിലേക്ക്. ഈ സൈക്കിളിൽ നിൽക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ അടുത്ത തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കണമെങ്കിൽ
നമ്മളും അവരും അത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അവർക്ക് കൊടുക്കേണ്ട ഫിനാൻഷ്യൽ ഗോളുകളും ഫിനാൻഷ്യൽ മാനേജ്മെന്റും അവരുടെ കയ്യിലുള്ള പൈസയെ അതിലേത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതും ഒക്കെ തന്നെയാണ്. ഇപ്പൊ എന്ത് സാധനം കുട്ടികൾ ആവശ്യപ്പെട്ടാലും നമുക്കാണെങ്കിലും നമ്മളൊന്ന് വെറുതെ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ, ഇത് ഞാൻ എന്തിനാണ് വാങ്ങിക്കുന്നത്, ഇതിന്റെ ആവശ്യം എത്ര നാൾ വരെ എനിക്കുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളതാണോ, അത്യാവശ്യമുള്ളതാണോ, എമർജൻസി ഉള്ളതാണോ, അപ്പൊ ചിലപ്പോൾ അവസാനം ആ മൂന്നാമത്തെ ചിന്തയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലായത് ആവശ്യമില്ലാത്ത സാധനമാണെന്നുള്ളത്. നമ്മൾ പ്രൈസ് ടാഗ് കാണിക്കുന്ന ഓഫറിന്റെ പുറത്തോ അല്ലെങ്കിൽ ആ സമയത്തുള്ള മൂഡിന്റെ പുറത്തോ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് പ്ലാനും ഉണ്ടാവില്ല, കയ്യിലുള്ള കാശ് തീരാ, വേറെ എവിടെയും പോകണ്ട. നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ കുട്ടികൾ വളരുന്നത്, നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾ പഠിക്കുന്നത്, നമ്മളെ പഠിച്ചിട്ടാണ് അവർ വളരുന്നതെങ്കിൽ നമ്മൾ എന്താണോ ഉണ്ടായത് അത് തന്നെയാണ് മുന്നിലുള്ള തലമുറയ്ക്കും ഉണ്ടാവാൻ പോകുന്നത്. കാശ് ഉണ്ടാക്കിയത് ഒരു പക്ഷേ എൻ്റെ പാരൻസ് ആയിരിക്കാം, പക്ഷെ ഞാൻ അതിൽ ധാരാളിത്തം കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ വരും കാലഘട്ടങ്ങളിൽ പാവപ്പെട്ടവരായിട്ട് ജീവിക്കേണ്ടി വരും. അവിടുന്ന് അങ്ങോട്ടേക്ക് കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിലേക്ക് വരും. പിന്നെയും അടുത്ത തലമുറ ഈ പറഞ്ഞ പോലെ സൈക്കിളിലേക്ക് കയറി വരും. പക്ഷെ അവരെ കൃത്യമായിട്ട് എന്താ പറയാ, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ അവരെയും കൂടി ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവർ കേൾക്കുന്ന വിധം നമ്മളെ ചർച്ചകളും കൂടി പോവുകയും ആ ആക്ടിവിറ്റികളും ഉണ്ടെങ്കിൽ അത് നല്ല റിസൾട്ട് ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ എല്ലാ കാര്യത്തിലും ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സേവിങ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ക്രെഡിറ്റ് കാർഡ് ബില്ലുകളൊക്കെ മാക്സിമം പേ ഔട്ട് ചെയ്താൽ ഒരിക്കലും നിങ്ങൾ പെർസെൻറ്റേജ് വെച്ചിട്ട് ആ ഒരു ഇൻസ്റ്റാൾമെന്റ് ബേസിൽ ചെയ്യാതിരിക്കുക. നമ്മൾ ഓരോ എമർജൻസി ഫണ്ടുകൾ നമ്മൾ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എവിടെയെങ്കിലും എന്ത് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ചോദിക്കുന്ന എമൗണ്ട് കൊടുത്ത് ഒഴിവാകുന്നതിന് പകരം അതിൽ എത്ര കണ്ട് ആ പ്രൈസിനുള്ളതാണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക, അതിന് എത്ര കണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും അത്ര കണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പഠിക്കുക. അസറ്റുകൾ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഉപകാരപ്പെടുന്ന അസറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഐഫോൺ അസറ്റ് അല്ല, ആണോ? ഒരിക്കലും അല്ല. അത് ആവശ്യത്തിൽ വേണോ വേണ്ടെന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇതുപോലുള്ള പ്രോജക്റ്റുകളിലാണ് നമ്മളത് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ അത് എന്നും നമുക്കൊരു സ്റ്റാറ്റസ് ആണ്. അത് ശരിയാണ്, കാരണം നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. പക്ഷെ ആ വരുമാനം വരുന്നത് അതൊരു സ്ട്രോങ് ആയിട്ടുള്ള വരുമാനമാണെങ്കിൽ ഈ രീതിയിലൊക്കെ ലൈഫും കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാകുക നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ കണ്ട് പഠിക്കുന്ന ആളുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവർക്ക് റോൾ മോഡൽ ആവാൻ നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നമ്മൾ റോൾ മോഡൽ ആവണം. സ്പെൻഡ് ചെയ്യുന്നത് അത് പർപ്പസോട്, ഞാൻ പറഞ്ഞ ആലോചിച്ച് മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്, SIP-കൾ, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് ഒന്നും വലിയ വലിയ രീതിയിലേക്ക് നമുക്ക് വളർച്ച വരും. വലിയ രീതിയിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിലൊന്നും ഒരു തർക്കവുമില്ല. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നൊരു സമ്മറൈസ് ചെയ്യാണ് ഈ 2030 എന്നൊക്കെ പറയുന്നത് അല്ലേ. ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഒരുപാട് അസറ്റുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് 50% താഴെ കൊണ്ടുവരിക. ഡ്രസ്സ് വാങ്ങുന്ന കാര്യങ്ങൾ, ഏറ്റവും നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കാൻ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചുരുങ്ങിയ ക്വാണ്ടിറ്റി ഡ്രസ്സുകളിലേക്ക് ഒതുങ്ങുക, വൃത്തിയുള്ള രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നത് നമ്മൾ ഒഴിവാക്കുക. ഡൈനൗട്ടുകൾ, പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ 5-ൽ കൂടുതൽ അല്ലെങ്കിൽ 5-ൽ കുറഞ്ഞ പ്രാവശ്യം മാത്രം നമ്മൾ പുറത്ത് ഫാമിലിയായിട്ട് പോയി കഴിച്ച് ആ രീതിയിൽ, അതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്, എൻജോയ്മെന്റിന്റെ ഭാഗമാണ്, അതൊക്കെ റിലാക്സേഷന്റെ ഭാഗമാണ്. എന്നും വീട്ടിലെ ഭാര്യമാരും ഉമ്മമാരെ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കിപ്പിച്ചിട്ട് കഴിക്കുന്ന രീതിയും അവർക്കും പുറത്തുള്ള, നമ്മളൊക്കെ എപ്പോഴും പുറത്തു പോകുന്നു, നമുക്ക് അതിന്റെ ഫീലിങ്സ് മനസ്സിലാവല്ലോ. പക്ഷെ അവരെന്നും അവർക്കൊക്കെ ചെറിയ ചേഞ്ചിന് വേണ്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അതൊക്കെ മിനിമം ആയിട്ടുള്ള രീതിയിലേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബുക്ക് വായനക്കൊക്കെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എപ്പോഴും കയ്യിൽ വരുന്ന വരുമാനത്തിന്റെ ഇത്ര പെർസെന്റ്, അത് 15% ആവട്ടെ 10% ആവട്ടെ, നിങ്ങൾക്ക് പറ്റാവുന്നത് എത്ര കണ്ട് അത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും അത്രയും നമ്മൾ ഒരു എന്താ പറയാ, അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലേക്ക് കൊണ്ടുവരാം. ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാം. സെയിലുകൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഐഫോണുകൾ പോലുള്ള സംഭവങ്ങൾ അനാവശ്യമായിട്ടുള്ള സ്പെൻഡ് ചെയ്യുന്നതിന് എന്താ പറയുക, അതിനൊക്കെ നമ്മൾ മാറി നിൽക്കുക. നമ്മളെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് നമ്മൾ പ്ലാൻഡ് ആണ് നമ്മൾ ഉറപ്പുവരുത്തുക. നമുക്ക് എന്തെങ്കിലും ഇന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ തലമുറ സേഫ് ആണ്, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഫിനാൻഷ്യൽ ഗോളുകളൊക്കെ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ എന്താ പറയാ ഭാര്യമാരോട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരോട് അവരോട് നമ്മൾ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. അവരും കൂടി അറിഞ്ഞിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പോകുന്ന റൂട്ടിൽ അവരും അലൈൻഡ് ആയിട്ടുണ്ടാവുള്ളൂ, അവരും അലൈൻഡ് ആയിട്ട് ഉണ്ടാകുകയുള്ളൂ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അവരുടെ ആഗ്രഹം എന്താണ്, നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളത് അലൈൻഡ് ആയിട്ട് പോകണമെങ്കിൽ അത് കൃത്യമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. എൻ്റെ ഞാൻ കോർപ്പറേറ്റ് കമ്പനിയിൽ മുമ്പ് വർക്ക് ചെയ്തൊരു കമ്പനിയിൽ സ്പെയിനിൽ ഉണ്ടായിരുന്ന ഒരു CEO ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പറയും, നമ്മള് രാത്രികളിൽ സുലൈമാനി കുടിച്ചിട്ട് ചർച്ച ചെയ്യാനിരിക്കുന്ന ആ ചർച്ചകൾക്ക് ക്വാളിറ്റി കൂടുതലാണെന്നുള്ളത്. ഈ പറഞ്ഞ നമ്മുടെ
പാർട്ട്ണറോട് നമ്മൾ സംസാരിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അത് ആ രീതിയിലേക്ക് ക്വാളിറ്റി ഉള്ളതാക്കാൻ പറ്റും. ആ രീതിയിലേക്ക് പ്ലാനുകൾ കൃത്യമായിട്ടുള്ളതാക്കാൻ പറ്റും. റിസൾട്ട് ഓറിയന്റഡ് ആക്കി മാറ്റാൻ പറ്റും. നമ്മളെ പ്ലാനുകളുമായിട്ട് അലൈൻഡ് ആയിട്ട് പോകുന്നതായിരിക്കും. നല്ല രീതിയിൽ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫിനാൻഷ്യൽ പ്രോഗ്രസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് മോണിറ്റർ ചെയ്യാതായിരിക്കരുത്. അതിന്റെ പ്രോഗ്രസ്സുകൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മുടെ എക്സ്പെൻസുകളും ട്രാക്ക് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ മൂവ്മെന്റ് ഒക്കെ നമുക്ക് മോട്ടിവേഷൻ തരുള്ളൂ. അല്ലാതെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത് മാത്രമല്ല മോട്ടിവേഷൻ, വെറുതെ പ്രസംഗിച്ച് പോകുന്നതല്ല മോട്ടിവേഷൻ. ആളുകളെ മുന്നിൽ നിന്ന് എന്തും നമുക്ക് പ്രസംഗിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അലൈൻമെന്റ് ഉണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കേട്ടു പോകുന്ന കേൾവിക്കാരൻ മാത്രമാവരുത്. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുന്നതാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളെ ഗോളുകൾ അത് കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് തന്നെ കൊണ്ടുപോകുക. എല്ലാ അഡ്ജസ്റ്റ്മെന്റും അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കുക. അതിന്റെ പെർസെന്റേജുകൾ നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല രീതിയിൽ വിജയങ്ങളും എന്താ പറയുക ഫിനാൻഷ്യൽ ഗോളുകളും ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ഡ്രീമുകളും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് ഒരു 50 മിനിറ്റ് ഞാൻ സമയം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 48 മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട്. എന്തായാലും അത് എത്രത്തോളം എഫക്റ്റീവ് ആയി എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ആവശ്യമുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ട് അതൊരു പക്ഷെ എഴുതി വെച്ച ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടതാണെങ്കിൽ, അതിൽ ഉപകാരപ്പെടുന്നതാണെങ്കിൽ അതിനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. അതിന് മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മളെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ പറഞ്ഞതുപോലെയാണ് നമ്മൾ നിൽക്കുന്ന പ്രോജക്റ്റ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മളുള്ളത്. ആ ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് ദൈവം ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫാമിലിയുടെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്, ഈ സിസ്റ്റത്തിന്റെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ വരുമാനം കിട്ടും, അല്ലെങ്കിൽ വരുമാനം കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ അതിൽ കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് ആയിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ, റിസൾട്ട് ആകുന്ന രീതിയിലേക്ക് അതിന് ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ അതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പണികൾ കുറെ എന്തെല്ലോ എടുത്തു പോകുന്നുണ്ട്, എത്രയൊക്കെ വരുമാനം വരുന്നുണ്ട്, 50 ലക്ഷം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇത് എവിടെ പോയി എന്നറിയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം ഇതൊന്നും എഫക്റ്റീവ്ലി ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ്. കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും, നമ്മൾ റിസൾട്ടിലാണ് പോകുന്നത്, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളോടാണ് പോകുന്നത്, ഒരു ഉറപ്പും സന്തോഷവും സമാധാനം ഉണ്ടാവും. എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.